ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഉച്ചക്കേക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കഞ്ഞിയാണ് വെച്ചത്. നല്ല തൊണ്ടവേദന ഉണ്ടേനും. പിന്നെ മക്കൾക്ക് രാവിലെ പഴം വാട്ടി കൊടുത്തു. വീട്ടിലിപ്പോൾ ആരുമില്ല, അനിയത്തി പോയി, ഹസ്ബൻഡ് ബ്രദർ പോയി. അങ്ങനെ പിന്നെ ഞാനിതാ മോനെ കുളിപ്പിച്ച് മുഞ്ചാക്കിയിട്ട് അവൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവനക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇഷ്ടമേ അല്ല. അവനാണെങ്കിൽ ഡോറൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് പിടിച്ചപ്പോഴത്തേക്കും ഡോറ് തുറന്നു വന്നു. ഇനി അവനെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ അത്രയും ഹൈറ്റ് വെച്ചു. അടുത്ത മാസം 2 വയസ്സായി അവനക്ക്. അവനാണെങ്കിൽ ഇക്കാൻ്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് വരികയാണ് അവനക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞി കുടിച്ചു. ഭയങ്കര തലവേദനയായിരുന്നു. ആദ്യമൊക്കെ ഈ ടൈഗർ ബാം തേക്കുമ്പോൾ നല്ല കുറവുണ്ടാവലുണ്ട്. ഇപ്പോൾ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇതാ നല്ല മഴ. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ നെന്നൂസിനെ കൊണ്ട് ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു. ഫുള്ള് പാടേ പാട് പാട് നെന്നൂസിന് പാടാൻ അറിയില്ല. ടാറ്റാ ഉമ്മ കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ. കിടക്ക്. കാക്കയെ പാട്ടൊക്കെ പാടി മോൻ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു നെന്നൂസിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറ് എന്നുള്ളത്. ഞാൻ സിറിയൽ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനക്കൊരു മുട്ട വാട്ടി ഞാൻ കൊടുക്കും. പിന്നെ ഇത് ബേബി വീറ്റിൻ്റെ വീറ്റ് ആപ്പിൾ പൗഡർ മിക്സാണ്. ഇത് ഞാനിങ്ങനെ കുറുക്ക് പോലെ ആക്കാണ്ട് നല്ലപോലെ വെള്ളം പോലെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ. ഇടയ്ക്ക് ഇതിനകത്ത് പാല് മിക്സ് ചെയ്യും, ഇല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം മാത്രം ആക്കിയിട്ട് കൊടുക്കും. ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. ആദ്യം ഇതൊന്ന് കട്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസിലോ ഇൻഡക്ഷനിലോ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനകത്തേക്ക് ഞാനിതാ തിളപ്പിച്ച് വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കും. പിന്നെ മുട്ട വാട്ടി കൊടുക്കുമ്പം അവനിക്ക് ഇങ്ങനെ കുരുമുളകോ ഉപ്പൊക്കെ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ അങ്ങനെ കഴിക്കുകയുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിതാ ഇഡ്ഡലിയോ ഞാൻ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് അവന് കൊടുക്കും. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും കേട്ടോ. ഉച്ചക്കും ചോറും ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ അവൻ അതിരുന്ന് കഴിച്ചോളും. പിന്നെ ഉപ്മാവ് അങ്ങനെയൊക്കെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അല്ലാണ്ട് പ്രത്യേകിച്ച് മോനിക്ക് അങ്ങനെ ഫുഡൊന്നും കൊടുക്കാറില്ല. നമ്മൾ കഴിക്കുന്നത് തന്നെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇത് ചെറുതായിട്ടൊന്നും എടുത്താണ്, ബാക്കി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം. അങ്ങനെ അവന് എഴുന്നേറ്റു, അവൻ പോയി. ഞാനൊന്ന് കിടന്നുറങ്ങി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന. പിന്നെ ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് നൈറ്റ് തലവേദന എടുത്തിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഇതുപോലെ ഒരു ഐസ് പാക്ക് വാങ്ങിച്ചിട്ട് രാത്രി കിടക്കുന്ന ടൈമിലും അതേപോലെ നമുക്ക് എപ്പോഴും സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന കണ്ണ് വേദന എടുക്കുന്നതെന്നൊക്കെ തോന്നുമ്പോൾ ഇതൊന്ന് കെട്ടിയിട്ട് കിടന്നാൽ മതി, നല്ല കൂളിംഗ് ഉണ്ടാവുമെന്നൊക്കെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ഇന്നാണിത് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് കിച്ചണിൽ കയറിയപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഇൻഡക്ഷൻ അടിച്ചു പോയിന്ന്. 7 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഇഞ്ചി ഇട്ടിട്ടാണ് ഞാനിന്ന് ചായ ഉണ്ടാക്കുന്നത്. ഭയങ്കര തലവേദന ആയിരുന്നു. അത് മാത്രമല്ല ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ട് ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ജിപ്മർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോണ്ടിച്ചേരി പോയത്. ആ സമയത്ത് ഒരു കോഫി ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നിന്നാണ് ഇഞ്ചി ഇട്ട ചായ ആദ്യമായിട്ട് കുടിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് മാത്രമല്ല അത് കുടിക്കുമ്പോൾ എന്തോ ഒരു സ്ട്രെസ് റിലീഫായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചായ കൂടി നിർത്തിയതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തലവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന്. അങ്ങനെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. നെന്നസാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, റഹ്മാനാണെങ്കിൽ TV കാണുമായിരുന്നു. പിന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ചപ്പാത്തിയും കൂടി വേഗം ഉണ്ടാക്കി വെച്ചു. ഇന്ന് ഞാൻ കുറച്ച് പാക്കിങ്ങിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരേക്ക് പോവുകയാണ് നാളെ. അങ്ങനെ നാളെ ബാംഗ്ലൂരേക്ക് പോവുകയാണ്. മറ്റന്നാളാണ് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ദസറൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തിരിച്ചു വന്ന് നേരെ MCCയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇൻഫ്ലുവൻസറിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് തൊണ്ടവേദന ഒക്കെ ആയിട്ട്
ആകെ ക്ഷീണവും വേദനയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേസിലൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒരു റെഡ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്, ഫേസിലും ബോഡിയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് മെഡിസിൻ്റെ അലർജി ആയിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ മുമ്പ് എനിക്ക് മെഡിസിൻ്റെ അലർജി ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്, ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും ബാംഗ്ലൂർ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഒരു ബാഗേ എടുക്കലുള്ളൂ, ഇപ്രാവശ്യം 2 ബാഗൊക്കെ എടുക്കണം. മക്കളെ തിങ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ബാഗ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് എൻ്റെ ഓക്സിജനാണ്. വാഷ് ബാഗാണ്. വാഷ് ബാഗിൽ എന്തൊക്കെയല്ല ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു വൈപ്സ്, ഇത് ജസ്റ്റ് നമ്മൾ സ്കിന്നിന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു ഒട്ടൻകീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതായിരുന്നു. എൻ്റെ പ്രമോഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ട്രിസ്മീൻ്റെ ഒരു കണ്ടീഷണർ ഉണ്ട്, ഞാൻ ഷാമ്പു അധികം യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് സിറാവേൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്, ഇത് എനിക്ക് പ്രമോഷൻ ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. പിന്നെ ഓസ്ലൈൻ എനിക്ക് മോയ്സ്ചറൈസർ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ യൂസ് ചെയ്യൂല. പിന്നെ ഈ ഒരു സംഭവം, ഇത് ഹെയർ സെറമാണ്, ഞാൻ യൂസ് ചെയ്യുന്നതല്ല, ഇക്ക യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് കുഞ്ഞ് ലെക്സിൻ്റെ സോപ്പ്, മെൻസ്ട്രൽ ക്രാംസിൻ്റെ റോൾ ഓൺ ആണ് കേട്ടോ. ഇത് എനിക്ക് പാഡ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ നമുക്ക് ഈ പീരീഡ്സ് ടൈമിലൊക്കെ പെയിൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് അധികം യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് നല്ലപോലെ പെയിൻ അന്നേരം കുറയാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ബ്രഷസ് ഉണ്ട്, പിന്നെ ഒരു ബ്രഷ് എക്സ്ട്രാ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ കൈ ക്ലീനർ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വാഷ് ബാഗിലുള്ളത്. ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇടട്ടെ. വാഷ് ബാഗ് അങ്ങനെ അത് ഇതിനകത്ത് സെറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് മാസ്ക്, ഇത് ഫേസ് മാസ്ക് ആണ്. ഇത് കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാവില്ല, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറ്റില്ല. പിന്നെ സാനിറ്ററി പാഡ്സ്, ഇത് ഞാൻ ഇപ്പം ലാസ്റ്റായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര തിന്നായിട്ടുള്ള പാഡ്സാണ്. നമുക്കിപ്പോൾ പീരീഡ്സ് അല്ലെങ്കിൽ പോലും ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡാണ്. എനിക്ക് എവർട്ടീനായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇപ്പം ഇതും യൂസ് ചെയ്യാറുണ്ട്, കാരണം ഭയങ്കര കംഫർട്ടബിളാണ്. ഉള്ളത് എൻ്റെ ഇഞ്ചക്ഷൻ, ഈ ഇഞ്ചക്ഷൻസ് പിന്നെ എൻ്റെ കൂടെ തന്നെ വേണം. പിന്നെ മെഡിസിൻ ബോക്സ് ഉണ്ട്, അത് പിന്നെ നാളെ പോകുമ്പോൾ ഞാൻ എടുത്ത് വെക്കുള്ളൂ. ഇത്രയും സാധനമാണ് എനിക്ക് യൂസ് ചെയ്യേണ്ട ഐറ്റംസ്. പിന്നെ മോൻ്റെ ഡാപ്പർ ഉണ്ട്, അത് ലാസ്റ്റ് എടുത്ത് വെക്കുള്ളൂ. ഈ ഒരു ബാഗ് മാക്സ് എന്ന് വാങ്ങിച്ചതാ, എനിക്ക് മാക്സിൽ കൂപ്പൺ കിട്ടിയപ്പോൾ ആ കൂപ്പണിൽ വാങ്ങിച്ചതാ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ്. പോകുമ്പോൾ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ, ഡ്രസ്സൊക്കെ മടക്കി എടുത്ത് വെക്കണം, ഒക്കെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ എല്ലാം ഒതുക്കി പറക്കി എടുത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ സമാധാനത്തിൽ റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ട് സമാധാനത്തോടെ എനിക്കിങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്ത് വെക്കുന്ന ഇഷ്ടം. ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ ഇനി രാവിലെ ഏർലി മോർണിംഗ് ഇവിടുന്ന് പോകണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പോകുന്ന നേരം വീഡിയോ എടുത്ത് മറ്റന്നാൾ ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. എൻ്റെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് തോന്നുന്നു ഇന്നലത്തെക്കാട്ടിയും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് കൂടുതൽ ശ്വാസം മുട്ടലും ചുമയൊക്കെ വരുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ഇപ്പം അൽഹംദുലില്ലാ കുറച്ച് സ്റ്റേബിളാണ്. അതേപോലെ തന്നെ മാറട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്, കാരണം ഇത് മാറിയാൽ മാത്രമേ എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. താങ്ക് യു.